ഉപ്പിട്ട് വേവിച്ച് വെച്ച ചേനക്കകത്ത് അത് ഇച്ചിരി സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പില ഇത്തിരി മല്ലിയില ഇതെല്ലാം കൂടി ഇട്ട് വഴറ്റി അതിനിടയ്ക്ക് വേവിച്ച ചേനയിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചെടുക്കുക കേട്ടോ ചെയ്ത ചാറ് കറി. അപ്പം ഈ രണ്ടാമത്തെ ഐറ്റം എന്ന് പറഞ്ഞാൽ വേവിച്ച് വെച്ച പോർക്ക് ഇതേമാതിരി തന്നെ സവാള ഇഞ്ചി വെളുത്തുള്ളി വറ്റൽമുളക് കുരുമുളക് മല്ലിയില ഇതെല്ലാം കൂടി ഇട്ട് ഈ മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വേവിച്ച പോർക്ക് കഷ്ണവും അതിൻ്റെ അകത്തോട്ടിട്ട് ഒരുവിധം അങ്ങ് മൊരിച്ചെടുക്കുന്നു എന്നേ ഉള്ളൂ കേട്ടോ. അല്ലാതെ വേറെ പൊടികളോ ഗരം മസാലയോ അങ്ങനെയുള്ള ആഡംബരമൊന്നും അതിൻ്റെ അകത്ത് ഇട്ടിട്ടില്ല. അപ്പം ഒന്ന് നന്നായിട്ട് കൂട്ട് ചെയ്തെടുക്കുക. കൂട്ടത്തിൽ കുറച്ച് മല്ലിയിലയും കൂടി ഇടും കേട്ടോ നമ്മുടെ ഇവിടുത്തെ. അതായിരുന്നു ഞങ്ങളുടെ അത്താഴം ഇന്നത്തെ. അപ്പോൾ ഒരു 6:15 ആയപ്പോഴത്തേനും ഞങ്ങൾ കഴിച്ചു കേട്ടോ. കൂട്ടത്തിൽ അവർക്ക് നേരത്തെ കൊടുത്തോണ്ട് അവർ പിന്നെ നമ്മൾ കഴിക്കുമ്പോൾ വന്നിരിക്കുമ്പോൾ നമ്മൾ ഓരോ കുഞ്ഞുമായിട്ട് കൊടുക്കും കേട്ടോ. അപ്പം എല്ലാവരും